അപ്പോ തിരുത്തണം. ഏത് തിരുത്തണം? പിശാച് മനുഷ്യരൂപത്തിൽ വരും എന്ന് തെറ്റാണ് എന്ന് എഴുതിയത് തിരുത്തണം. അപ്പൊ നിങ്ങൾ ആദർശം എന്താ? സിഹിർ ഫലിക്കില്ല എന്ന് അൽമനാറിൽ എഴുതിയത് തിരുത്തണം. KP-യുടെ കാലത്ത് KP-യുടെ അറിവോടെ അംഗീകാരത്തോടെ അൽമനാറിൽ വന്നിരിക്കുന്ന ഈ സംഗതികൾ തിരുത്തണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആദർശം എന്താണ്? വാദഗതി എന്താണ്? സക്കരിയ സ്വലാഹി തന്റെ പുസ്തകത്തിൽ തിരുത്തിയിട്ടുണ്ടെന്നാണല്ലോ ഇവിടെ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു. അപ്പൊ അബ്ദുറഹ്മാൻ സലഫിന്റെയും വാദം അത്. ഇയാളെ കൊണ്ട് പറഞ്ഞാച്ചാരാ AP അബ്ദുൽ ഖാദർ മൗലവി, അദ്ദേഹത്തിന്റെ വാദം അതായിരിക്കണം. ഏതായിരുന്നാലും KP-ക്കില്ലാത്ത വാദമുള്ള, അൽമനാറിനില്ലാത്ത വാദമുള്ള അബ്ദുറഹ്മാൻ സലഫിയെയും AP അബ്ദുൽ ഖാദർ മൗലവിയെയും അതുപോലെ TP അബ്ദുൽ മദനിയെയും മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിക്കേണ്ടതുണ്ടോ? ഇതാണ് ഇവിടുത്തെ വിഷയം. 25 വർഷം കേരള നദുവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന KP മുഹമ്മദ് മൗലവി കൈകാര്യം ചെയ്ത അൽമനാറിൽ വന്നിരിക്കുന്ന ആ പരാമർശം തിരുത്തണമെന്നാണ് ആര് പറഞ്ഞത്? KK സക്കരിയ സ്വലാഹി പറഞ്ഞത്. ആ തിരുത്തണം എന്ന് പറഞ്ഞതാണ് ശരി എന്ന് അബ്ദുറഹ്മാൻ സലഫിന്റെ സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ട് പറഞ്ഞ CP ആയിരിക്കുമല്ലോ. അപ്പൊ കാര്യം വളരെ കൃത്യമായി. ആർക്കൊക്കെ തെറ്റുപറ്റിയത്? അൽമനാറിന് തെറ്റുപറ്റി, ഇവരാരോപിച്ചതാണെങ്കിലും അബ്ദുസ്സലാം സ്വലമിക്ക് തെറ്റുപറ്റി, അത് പ്രസിദ്ധീകരണത്തിൽ കൊടുത്തിരിക്കുന്ന KP മുഹമ്മദ് മൗലവിക്കും ആ വിഷയത്തിൽ തെറ്റുപറ്റി. തെറ്റുപറ്റാത്ത ആള് KK സക്കരിയ സ്വലാഹി. ലേശം പ്രയാസമുണ്ട് വിശ്വസിക്കാൻ. കുറെ ഖുർആൻ വചനങ്ങൾ കൊടുത്തിട്ട് പറയാണ്. ഇതുപോലെയുള്ള ഖുർആൻ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പിശാചിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവം ആത്മീയമാണെന്നും ശാരീരികമല്ലെന്നുമാണ്. ശാരീരികമായി പിശാചു മനുഷ്യനെ ഉപദ്രവിക്കുമെന്ന് അള്ളാഹുവോ അതുപോലെ അള്ളാഹുവിന്റെ അടിമകളെ ശാരീരികമായി ഉപദ്രവിക്കുമെന്ന് പിശാചോ പറഞ്ഞതായി ഒരു പ്രസ്താവനയും ഖുർആനിലില്ല. ഇഷ്ടമുള്ള രൂപം സ്വീകരിച്ച് മനുഷ്യർക്കിടയിൽ വിലസാനും പലരുടെയും സ്വരത്തിലും ഭാഷയിലും സംസാരിക്കാനുമൊക്കെ പിശാചിന് കഴിയുമെങ്കിൽ ഈ ലോകത്തിന് നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവും. ഒറ്റപ്പെട്ട വ്യക്തികളെ മാത്രമല്ല ഉപയോഗിക്കുവാൻ കഴിയുക, ഒരു നിമിഷം കൊണ്ട് ലോകം തന്നെ ചുട്ടരിക്കാൻ കഴിയും. അമേരിക്കൻ പ്രസിഡന്റ് റീഗന്റെ രൂപത്തിലും സ്വരത്തിലും ഒരു അണുബോംബ് വർഷം നടത്തിക്കാം. ഏതെങ്കിലും ഒരു മന്ത്രിയുടെ സ്വരത്തിൽ ഉത്തരവുകൾ നടത്തി പല ഹലാക്കുകളും ഉണ്ടാക്കാം. നിരപരാധികൾക്കെതിരിൽ സാക്ഷി പറഞ്ഞ് സത്യത്തിനെതിരെ വിധി നടത്തിക്കാം. അങ്ങനെ പലതും നടത്താം. കഴിയുമെങ്കിൽ ഇങ്ങനെ പലതും പിശാചുക്കൾ നടത്തിക്കുകയും ചെയ്യുമായിരുന്നു. നന്മയല്ലല്ലോ പിശാചിന്റെ ലക്ഷ്യം എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താ? സിഹിർ കൊണ്ടും അങ്ങനെയൊക്കെ ചെയ്യാമെന്നും അവർ ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളെ പറ്റിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോ പിശാചിന് മനുഷ്യരൂപം പ്രാപിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല എന്ന് അൽമനാറിൽ വന്നത് തിരുത്തണമെന്നാണ് KK സക്കരിയ സ്വലാഹി പറഞ്ഞത്. അൽമനാർ ഇപ്പം ആരെ കയ്യില? ഒരു തിരുത്തട്ടെ, എന്നാലും മുജാഹിദ് പ്രസ്ഥാനം രക്ഷപ്പെട്ടു. അൽമനാറിൽ KP-യുടെ കാലത്ത് വന്നിരിക്കുന്ന സംഗതി എന്താണോ ഇപ്പോൾ അൽമനാർ ആരുടെ കയ്യിലാണോ? തിരുത്തട്ടെ. അബ്ദുസ്സലാം സുലമി തന്നെ തിരുത്തണല്ലേ? അബ്ദുസ്സലാം സുലമി എഴുതി തരാൻ്റെ വിശദീകരണം എന്താണല്ലോ കൃത്യമായിട്ട് എഴുതി തരാം. കൊടുക്കോ? അൽമനാറിൽ അതൊന്നുകൂടി ഉറച്ചു വരട്ടെ. തിരുത്താനുള്ള തന്റെ ഇടം ഇന്ന് അൽമനാർ കൈകാര്യം ചെയ്യുന്ന AP അബ്ദുൽ ഖാദർ മൗലവിക്കോ അതിനുവേണ്ടി ഓടി നടക്കുന്നു എന്ന വ്യാജേന ഓടിക്കൊണ്ടിരിക്കുന്ന അഹമ്മദ് അലി മദനിക്കോ സാധിക്കോ? ഇവിടെ പല വിഷയത്തിലും അങ്ങനെയാണ്. പണ്ടേ ഉള്ളൊരു ആരോപണ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രശ്നം എന്താണ് കുടുംബ വാഴ്ചയാണ് പ്രശ്നം. ആൾക്കാർക്ക് തിരിഞ്ഞു, കുടുംബ വാഴ്ച കൃത്യമായിട്ട് തിരിഞ്ഞു. ഇങ്ങനെ തിരിഞ്ഞത് ഇടക്കാത്തൊരു ചോദ്യം ചോദിച്ചു, KNM-ഉം നിശ്ചയ ട്രൂത്തും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മൾ പറഞ്ഞ അമ്മോഷനും മരുവനും തമ്മിലുള്ള ബന്ധമാണ്. അടുത്ത ചോദ്യം, ജാമിയ സലഫിയയും മലബാർ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മൾ പറഞ്ഞു വാപ്പിമോനും തമ്മിലുള്ള ബന്ധമാണ്. വെറുതെ പറഞ്ഞല്ല, കുടുംബ കലഹല്ല, എന്താണ് പിന്നെ മറന്നു പോണത്, ആ കുടുംബ വാഴ്ച മുജാഹിദ് പ്രസ്ഥാനത്തിൽ കൊണ്ടുവന്ന് ഇടുന്ന അൽമനാർ ആരുടെ കയ്യില? PK അഹമ്മദ് അലി മദനിയുടെ കയ്യിൽ. KNM-ന്റെ സെക്രട്ടറിമാരിൽ ഒരാളാരാ? അദ്ദേഹത്തിന്റെ നേരെ അനുജൻ PK അലി റസാഖ് മദനി. വിദ്യാഭ്യാസ ബോർഡ് കൈകാര്യം ചെയ്യുന്ന അതിന്റെ അടുത്ത അനുജൻ PK അബ്ദുൽ മജീദ് മദനി. 3 മദനിമാര് KNM ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനിയിൽ പറ്റാറില്ലാന്ന് തോന്നുന്നുണ്ട്. തീർന്നില്ല. കുറച്ചിങ്ങനെ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോ ജാമിയ സലഫിയയില് ഒരു റിസർച്ച് സെന്റർ എന്നുണ്ട്, ഒരു ആയുർവേദ ഉഴിച്ചിലും പിഴിച്ചിലാണ് കാര്യമായിട്ട് പണി. പിഴിച്ചിൽ എന്താണ് നടക്കേണ്ടതെന്നുള്ള ഉറപ്പാണ്. ഒഴിച്ചിലുണ്ടോ എന്നുള്ളത് പോയി നോക്കണം. അത് നടത്തുന്ന ആരാ? അത് അലി റസാഖിന്റെ മകൻ ബാപ്പു ഡോക്ടർ. മുപ്പർക്ക് എല്ലാ സൗകര്യം ചെയ്ത് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങോട്ട് പോയാലോ KNM ജനറൽ സെക്രട്ടറി ആരാ? അത് AP അബ്ദുൽ ഖാദർ മൗലവി. നിച്ച് ഓഫ് ട്രൂത്ത് ആരതാ? അത് അദ്ദേഹത്തെ ഒന്നാമത്തെ അമോഷനായി സ്വീകരിക്കുന്ന
MM അക്ബർ. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ ബാക്കി നിങ്ങൾ ഓരോ നോക്കി ആ കുടുംബവും ആ നാടും ആ ടീമുമായിട്ട് ബന്ധപ്പെടാത്ത എന്തെങ്കിലും അധികാരം ആർക്കെങ്കിലും പകച്ചു കൊടുക്കണോ? ഇങ്ങനെ നടക്കുന്ന ഒരു ടീം അവരാണല്ലോ ഇപ്പൊ അൽമനാർ കൊണ്ടു നടക്കണത്. ആ അൽമനാറിൽ അന്ന് KP-യുടെ കാലത്ത് കൊടുത്തത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന് വിരുദ്ധമായിരുന്നുവെങ്കിൽ നിങ്ങളത് തിരുത്തുമോ? അതല്ല ആ അൽമനാറിൽ പറഞ്ഞത് തന്നെയാണ് സത്യം എന്നുറക്കെ പറയുമോ? രണ്ടാലൊന്നറിയാൻ താല്പര്യമുണ്ട്. അതിന് ഇന്നലെ മിഞ്ഞാന്ന് കയറി എന്ന മൊയിലമാരെ കൊണ്ട് കഴിയില്ല. അങ്ങനെ തന്നെ കൊടുങ്ങല്ലൂർ വഴി യാത്ര ചെയ്ത് വരുന്ന മൊയിലമാരുണ്ടല്ലോ, അവരെ കൊണ്ടത് കഴിയില്ല. കാരണം അവർക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമോ അതിന്റെ ചരിത്രമോ അറിയില്ല.